നമസ്കാരം. സ്വർണ്ണവിലയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെട്ട വർഷമാണ് 2024. സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്ന വാർത്തയാണിതെങ്കിലും സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ഈ വിലക്കയറ്റം വലിയ നേട്ടമായി മാറുകയായിരുന്നു. 2024 20.8% റിട്ടേണാണ് സ്വർണം നിക്ഷേപകർക്ക് നൽകിയത്. സമീപകാല ചരിത്രത്തിൽ സ്വർണം നിക്ഷേപത്തിനുണ്ടായ ഏറ്റവും വലിയ നേട്ടവും ഈ വർഷത്തേതാണ്. വിവിധ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ വരാൻ പോകുന്ന വർഷത്തിലും സ്വർണ്ണവിലയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. എന്നാൽ 2025 വിലക്കയറ്റം 2024 പോലെ തന്നെ അത്ര ശക്തമായിരിക്കില്ല എന്നാണ് വിപണിയിലെ വിദഗ്ധർ പറയുന്നത്. 2025 സ്വർണ്ണവില 15% മുതൽ 18% വരെ വർദ്ധിച്ചേക്കും എന്നാണ് ഡിസ്കൗണ്ട് ബ്രോക്കറായ സ്റ്റോക്സ് കാർഡ് CEO ആയ പ്രണയ് അഗർവാളിനെ ഉദ്ധരിച്ച ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വർണ്ണവിലയിൽ വർധനമുണ്ടാവുമെങ്കിലും ഇതിനേക്കാൾ വലിയ നേട്ടം നിക്ഷേപകർക്ക് നൽകുക വെള്ളിയിലെ നിക്ഷേപമായിരിക്കുമെന്നാണ് പ്രണയ് അഗർവാൾ പറയുന്നത്. ആഭരണ നിർമ്മാണം എന്നതിനപ്പുറം ഇലക്ട്രിക് വെഹിക്കിൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീൻ എനർജി തുടങ്ങിയ വ്യവസായ മേഖലകളിൽ നിന്നും വെള്ളിയുടെ ഡിമാൻഡ് കുതിച്ചുയരുകയാണ്. ഇത് വെള്ളിയുടെ വിലയിൽ വലിയ വർധനവിന് ഇടയാക്കും. അടിസ്ഥാനപരവും സാങ്കേതികവുമായ വിശകലനത്തെ അടിസ്ഥാനത്തിൽ നിക്ഷേപകർ അവരുടെ പോർട്ട്ഫോളിയോയുടെ 5 മുതൽ 8% മാത്രം സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ മതിയാകും എന്നാണ് പ്രണയ് അഗർവാൾ പറയുന്നത്. അതേസമയം നിക്ഷേപത്തിന്റെ 10 മുതൽ 15% വെള്ളിയിലായിരിക്കും ഉണ്ടാകേണ്ടത്. അതായത് ചുരുക്കത്തിൽ സ്വർണത്തെക്കാൾ കൂടുതൽ വെള്ളിയിലേക്ക് നിക്ഷേപിക്കുക, വെള്ളി വാങ്ങിക്കൂട്ടുക, അതാണ് പ്രണയ് അഗർവാൾ പറയുന്നത്. സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായ വെല്ലുവിളികൾ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും നിക്ഷേപം മാറ്റുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മറിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങുകയും പശ്ചിമേഷ്യ ഉൾപ്പെടെയുള്ള സംഘർഷ മേഖലകളിൽ സമാധാനം പുലരുകയും ചെയ്താൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ ഇടിവ് ഉണ്ടായേക്കാം. ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 2024 സ്വർണ്ണവിലയെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ച വിവിധ ഘടകങ്ങൾ 2025 ലഘൂകരിക്കപ്പെടുന്നതായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. റഷ്യ, യുക്രൈൻ, ഇസ്രായേൽ, ഹിസ്ബുള്ള തുടങ്ങിയ സംഘർഷ മേഖലകളിൽ വെടിനിർത്തലിനുള്ള സാധ്യതകൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സ്വർണ്ണവിലയെ ഇത് പിന്നോട്ടടുപ്പിക്കുന്ന ഘടകമാകുമെന്നാണ് പറയപ്പെടുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ വിപണി ഇടപെടലുകളും സുരക്ഷിത ആസ്തി എന്ന നിലയിലേക്കുള്ള സ്വർണത്തിന്റെ ആവശ്യകത ലഘൂകരിച്ചേക്കും. സ്വർണത്തെ അപേക്ഷിച്ച വിവിധ മേഖലകളിൽ നിന്നും വെള്ളിയുടെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. പരമ്പരാഗതമായ ആഭരണ നിർമ്മാണത്തിന് പുറമെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ അവിഭാജ്യ ഘടകമായി വെള്ളി മാറിയിട്ടുണ്ട്. ഈ ഒരു ഉയർന്ന ആവശ്യം വരും കാലങ്ങളിൽ വെള്ളിയുടെ മൂല്യം വലിയ തോതിൽ ഉയർത്തുകയും നിക്ഷേപകർക്ക് ലാഭം നൽകുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടുന്നത്.